പ്രാർത്ഥിക്കുന്നു. അച്ഛൻ കൗമ പ്രാർത്ഥന ചെയ്യണമേ അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബറഖമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമീൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ നടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറഖ്മോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഇനിയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്നെ വർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ബാറഖ്മോർ. ആഴമുള്ളതും അഗാധമുള്ളതും കരുണ നിറഞ്ഞ കവിഞ്ഞൊഴുകുന്നതുമായ മഹാസമുദ്രവും ബലഹീനരും പാപികളുമായ മനുഷ്യരുടെ ആത്മശരീരങ്ങളുടെ ജ്ഞാനമുള്ള വൈദ്യനും പലപ്രകാരമുള്ള രോഗങ്ങളാലും വ്രണങ്ങളാലും വേദനകളാലും അവശതപ്പെട്ടിരിക്കുന്നവരുടെ അടുക്കിലേക്ക് പിതാവിനാൽ അയക്കപ്പെട്ടവനുമായ ഞങ്ങളുടെ വിശുദ്ധ തമ്പുരാനെ, ഞെരുക്കത്തിലിരിക്കുന്നവരെ ദർശിച്ച് സഹായിപ്പാനും ഒടിഞ്ഞും ചതഞ്ഞും നുറുങ്ങി വിരിക്കുന്നവർക്ക് ഔഷധം ചെയ്യുവാനും രോഗത്തിലിരിക്കുന്നവരെ സുഖപ്പെടുത്തുവാനും അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശം കൊടുപ്പാനും വീട് പോയിരിക്കുന്നവരെ എഴുന്നേൽപ്പാനും അശുദ്ധപ്പെട്ടിരിക്കുന്നവരെ വെടിപ്പാക്കുവാനും അകന്നുപോയിരിക്കുന്നവരെ പിതാവിങ്കിലേക്ക് അടുപ്പിപ്പാനും അകൽക്കർസായുടെ കഠിനതുകത്തിൽ കീഴിലിരിക്കുന്നവരെയും ലോകമയമായ വ്യർത്ഥവിചാരങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നവരെയും രക്ഷിപ്പാനും മഹാപാപങ്ങളിൽ വലഞ്ഞിരിക്കുന്നവർക്ക് ആശ്വാസം നൽകുവാനുമായിട്ട് തിരുവിഷ്ടത്തോടെ അത്യുന്നതങ്ങളിലെ മഹിമാസനത്തിൽ നിന്ന് നീ ഇറങ്ങി വന്ന ദരിദ്രരും പാപികളും നിന്ദ്യരും അയോഗ്യരുമായ ഞങ്ങൾക്ക് ഇവകളിൽ അധികവും ചെയ്ത് രക്ഷ നൽകിയതിനാൽ നിനക്ക് സ്തുതി. കാണാതെ പോയ ആടുകൾക്ക് വേണ്ടി വന്നവനായ നല്ല ഇടയ, കാണാതെ പോയിരിക്കുന്ന ആടുകളായ ഞങ്ങളെ നീ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഔപദ്രവിയായ മഹാചെന്നായുടെ പല്ലുകളുടെ ഇടയിൽ നിന്ന് നിന്റെ കരുണയാൽ ഞങ്ങളെ വിടുവിക്കണമേ. പക്ഷിക്കുഞ്ഞുങ്ങളെ അപഹരിക്കുന്ന പരുന്തായ വഞ്ചകന്റെ കണിയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കണമേ. ഞങ്ങളെ നിന്റെ കൂട്ടത്തിലെ പരമാർത്ഥതകളും ആടപ്രാവായിട്ടും നിന്റെ ഭവനത്തിലെ പാതിവൃത്യമുള്ള ചങ്ങാലിയായിട്ടും നിന്റെ ബലിപീഠത്തിന്റെ അരിയെ വസിക്കുന്ന വാത്സല്യ പക്ഷിയായിട്ടും ആക്കി തീർക്കണമേ. പാപങ്ങളുടെയും കുറ്റങ്ങളുടെയും സമുദ്രത്തിൽ മുങ്ങിയിരിക്കുന്ന ഞങ്ങളെ ഉദ്ധരിക്കുകയും മലിനതകൾ നിറഞ്ഞ കുഴിയിൽ നിന്ന് ഞങ്ങളെ കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ആമീൻ. അച്ഛനെയും കുടുംബത്തെ അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരും. പ്രിയപ്പെട്ട ഷീന മിസ്സാണ് പാടുന്നത്. ഷീന. സൃഷ്ടിയിലൻപുടയോൻ കാട്ടി ശക്തിയാദിങ്ങൾ വിശ്വാസം കൂറിവയാറ്റോർ മുന്നേ നിന്നേച്ചു പങ്കില ഗാത്രം താൻ നിർമ്മലമാക്കി സുന്ദരനായി ാനരനെഴുന്നേറ്റു വിസ്മയ വീക്ഷണഹർഷത്ത ജനമുദ്ഘോഷിച്ചു മാനവരക്ഷയ്ക്കാഗതനെ കർത്താവേ ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഭീതനായി 38
ഒരു കാട്ടിന്മേൽ ഭീകരവേദന പൂണ്ടു കിടന്നാലും നോക്കാതെ വീഴ്ചക്കാർ കൂട്ടാളികളും വിട്ടോടിപ്പോയി. കർത്താവ് അവനെ സന്ദർശിപ്പാനായി എഴുന്നള്ളി ശീഘ്രം ആ കട്ടിലുമേന്തി സന്തോഷത്താലേഹം ചേർന്നാൽ ദൈന്യത കണ്ടു സുഖം നൽകിയ നാഥൻ സംസ്തുത്യൻ. പ്രിയപ്പെട്ട ഷീന പുന്നസിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ വേല ചെയ്യാനായിട്ട് സന്തോഷമുള്ള കുഞ്ഞുങ്ങളെയും കുടുംബം മറ്റ് ജീവിത പങ്കാളി അതുപോലെ കർത്തൃസന്നിധിയിലേക്ക് ഒരു വർഷം മുൻപ് വാങ്ങിപ്പോയ പിതാവിന്റെ ആത്മാവിനെയും ദേവസന്നിധി സമർപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നു. ബഹുമാനപ്പെട്ട എബി അച്ഛൻ ബഹുമാനപ്പെട്ട ജോൺ വർഗീസ് അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാകുന്നു. പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. വചനം പറയുന്ന ബഹുമാനപ്പെട്ട അച്ഛനും കേൾക്കുന്ന നമ്മളും പാലിക്കുന്ന നമ്മളും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. നോമ്പിന്റെ ഈ സമയത്ത് ലോകമെമ്പാടുമുള്ള മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട എബി അച്ഛൻ ജോൺ വർഗീസ് അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു വാക്കുണ്ട്. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇറ്റ്സ് എ 5-letter word. It's the most pleasing 5-letter word in the world. എനിക്കറിയാം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു വാക്കാണ്. It's a 5-letter word. It's called smile. SMILE. ഇന്ന് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, there are different types of smileys. നമ്മുടെ വികാരങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന different types of smileys. We have different types of smileys. അപ്പോ ഈ സ്മൈൽ എന്ന വാക്ക് വളരെ രസകരമായ ഒരു വാക്കാണ്. അതിന് പുഞ്ചിരി എന്നാണ് അർത്ഥം. നമുക്കറിയാം, മലയാളത്തിൽ പറഞ്ഞാൽ പുഞ്ചിരി. ചിരിയേക്കാൾ സുന്ദരമാണ് പുഞ്ചിരി. ഈ ചിരിക്കുമ്പോൾ അതിന് പല അർത്ഥമുണ്ടാവും അല്ലെ? പലതരത്തിൽ ചിരിക്കാൻ കഴിയും. നമുക്ക് ഒരാളെ മുഖത്ത് നോക്കി ചിരിച്ചാൽ അതിന് പല അർത്ഥമുണ്ട്, പല രീതിയിൽ ചിരിക്കാൻ കഴിയും. പക്ഷെ പുഞ്ചിരിക്ക് ഒരൊറ്റ അർത്ഥമുണ്ട്. അതൊരു സന്തോഷം പകരുന്നതും മറ്റുള്ളവർക്ക് കുറച്ചുകൂടി ഒരു സന്തോഷം കൊടുക്കുന്ന, ഒരു പ്രയാസത്തിലിരിക്കുന്നവർക്ക് കുറച്ചൊരു ആശ്വാസം കൊടുക്കുന്ന ഒരു കാര്യമാണ് ഒരു പുഞ്ചിരി എന്ന് പറയുന്നത്. അതിന് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. ചെറിയ ഒരു ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഒന്ന് വലിച്ചാൽ മതി, അതിന് മുഖം ഒന്ന് വലിച്ചാൽ മതി, നമ്മുടെ ചെറിയ ഒന്ന് അനക്കിയാൽ മതി. അതുപോലും പ്രയാസമുള്ള ആളുകൾ ഈ ലോകത്തിലുണ്ട്. അതുപോലും ബുദ്ധിമുട്ടായ ആളുകളുണ്ട്. ഈ പുഞ്ചിരി എന്ന് പറയുന്നത് മതി, അതിന്റെ ആവശ്യവും ഒരുപാട് ചിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്കെപ്പോഴും ചിരി വരുമ്പോഴൊക്കെ നമ്മൾ ചിരിക്കും. നമ്മൾ സങ്കടം വരുമ്പോഴെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. ചാർലി ചാപ്ലിൻ ഒരു പ്രാവശ്യം, ഏറ്റവും അറിയാമല്ലോ ചാർലി ചാപ്ലിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ചിരി വരും. അയാളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരുന്ന ആളാണ് ചാർലി ചാപ്ലിൻ. ചാർലി ചാപ്ലിൻ ഒരു ദിവസം ചോദിച്ചു, നിങ്ങള് എപ്പോഴും ചിരിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു, I would like to walk in the rain so that no one could see my tears. എനിക്ക് എപ്പോഴും മഴയത്ത് നടക്കാനാണ് ഇഷ്ടം. ഞാൻ എല്ലാവരും ചിരിപ്പിക്കുന്ന ആളാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളും ഉണ്ട്. എൻ്റെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. പക്ഷെ ഞാൻ എല്ലാവരെയും ചിരിപ്പിക്കുകയും ഞാൻ ചിരിക്കുകയും ചെയ്യും. അപ്പൊ ചിരിക്കുന്നവരാരും സങ്കടമില്ലാത്തവരല്ല. എല്ലാവരുടെ ഉള്ളിൽ സങ്കടങ്ങളുണ്ട്. പക്ഷെ പ്രശ്നം എവിടെയാന്ന് ചോദിച്ചാൽ, നമ്മൾ സങ്കടം എപ്പോഴും കൊണ്ടു നടക്കും. സന്തോഷം ഒരു സമയമാകുമ്പോൾ അവസാനിക്കും. ഇത് രണ്ടുമാണ് വ്യത്യാസം. ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഒരാൾ പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു തമാശ പറയാൻ പോവാം. അദ്ദേഹം ഒരു തമാശ പറഞ്ഞു.
എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അതേ തമാശ രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ വീണ്ടും ആളുകൾ കുറേശ്ശെ ചിരിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ ചിരിയുടെ അളവ് കുറഞ്ഞു. നാലാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ വീണ്ടും ചിരിയുടെ അളവ് കുറഞ്ഞു. അഞ്ചാമത്തെ പ്രാവശ്യം പറഞ്ഞു ആരും ചിരിച്ചില്ല. അപ്പൊ അതേ ആളുകളോട് ചോദിച്ചു, why didn't you laugh at my same joke? എന്ന് പറഞ്ഞു, who will laugh at the same joke when you repeat it? പല പ്രാവശ്യം നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആരാ ഇത് കേട്ട് ചിരിക്കാൻ പോകുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇറ്റ്സ് the same with your worries and problems. നിങ്ങളുടെ സങ്കടങ്ങളിലും നിങ്ങളുടെ പ്രശ്നങ്ങളിലും ഇത് തന്നെയാ. ഒരേ കാര്യം നിങ്ങളെ വീണ്ടും വീണ്ടും ചിരിപ്പിക്കുന്നില്ലെങ്കിൽ ഒരേ സങ്കടം പിന്നെ നിങ്ങളെ എന്തിനാ വീണ്ടും വീണ്ടും ദുഃഖിപ്പിക്കുന്നത്? അതുകൊണ്ട് ചിരിയും സങ്കടവും ഇതെല്ലാം അതാത് സമയങ്ങളിൽ അതിന്റെ അവസ്ഥയിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഒരു മഹാൻ പറഞ്ഞിട്ടുള്ള, ഫ്യൂണറൽ ഫയർ kills somebody once, anxiety kills somebody every moment. Funeral pyre kills somebody once, only once, but anxiety kills people or somebody every moment. അതുകൊണ്ട് നിമിഷം തോറും മരിച്ചുകൊണ്ടിരിക്കണോ, അതുകൊണ്ട് ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം മരിക്കണം? ഇത് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ ചോദ്യം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ, മറ്റുള്ളവരോട് സമാധാനം കൊടുക്കാൻ കഴിയുന്ന ഒരു അനുഭവമായി നമുക്ക് കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ വളരെ പ്രയാസപ്പെടുന്നത്, ദൈവം എന്തിനാ നമ്മളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്, പ്രയാസപ്പെടുന്നതെന്ന് പറയുമ്പോൾ നമുക്കെല്ലാം കേൾക്കാവുന്ന ഒരു വചനമുണ്ട്. God has a planning, an amazing plan. He knows how to keep us, how to mold us, how to make us live in this world. ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പരിപാലിക്കപ്പെടണം എന്ന് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. അതിന്റെ അപ്പുറത്ത് നമുക്കൊരു പ്ലാൻ ഒരിക്കലും ഇല്ല. നമ്മുടെ പ്ലാൻ ഒരിക്കലും നടപ്പിലാവുകയുമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പ്ലാന് വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ നമുക്ക് എന്നും സന്തോഷമായിരിക്കും, എന്നും സമാധാനമായിരിക്കും, എന്നും അനുഗ്രഹമായിരിക്കും. ഈ നോമ്പ് അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ, അതുകൊണ്ടാണ് നമ്മൾ നോമ്പ് തുടങ്ങിയപ്പോൾ ശുഭക്കോനോ കൊടുത്ത് സമാധാനത്തോടെ പരസ്പരമുള്ള എല്ലാ പ്രശ്നങ്ങളും വിട്ട് നമ്മളെല്ലാവരും ഒരേ അപ്പത്തിന്റെ അംശികളായി ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ അർത്ഥം അതാണ്. അതുകൊണ്ട് ഈ നോമ്പ് നമ്മളെ അതിനു വേണ്ടി മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഈ ലോകത്തിലുള്ളതെല്ലാം ശാശ്വതമല്ല, ദൈവം തരുന്നത് മാത്രമാണ് ശാശ്വതം എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാനും അതനുസരിച്ച് നമ്മളെ തന്നെ ക്രമപ്പെടുത്തി ജീവിക്കുവാനും നമുക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ജോൺ വർഗീസ് അച്ഛനാണ്. അച്ഛനെ പരിചയമുള്ള കുറെ ആളുകളെങ്കിലും ഒക്കെ ഇതിന്റെ അകത്ത് ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛൻ ഇപ്പോൾ തുമ്പമൺ ഭദ്രാസനത്തിലെ ഒരു വൈദിക ശ്രേഷ്ഠനാണ്. കോഴഞ്ചേരി വഞ്ചിത്ര മാർ ബസ്ഹാനനിയ ഇടവകയുടെ വികാരിയായി പ്രിയപ്പെട്ട അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. അച്ഛൻ കുറേയേറെ നാൾ ഇപ്പോഴുള്ള ബാംഗ്ലൂർ ഭദ്രാസനത്തിലും അത് പണ്ടത്തെ മദ്രാസ് ഭദ്രാസനങ്ങൾ ഒക്കെ വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് ആ ഭദ്രാസനത്തിലെ ശുശ്രൂഷ അനേക വർഷം ചെയ്ത ഒരു വന്യ ഇടയ ശ്രേഷ്ഠനാണ്. അദ്ദേഹം നല്ലൊരു സംഗീതജ്ഞൻ. നമുക്കറിയാം മാക്കാങ്കുന്ന് കൺവെൻഷനാണ്. മാക്കാങ്കുന്ന് കൺവെൻഷന്റെ സംഗീതത്തിന് നേതൃത്വം കൊടുക്കുന്നതൊക്കെ പ്രിയപ്പെട്ട അച്ഛനാണ്. അത് മാത്രമല്ല അച്ഛൻ ടെക്നിക്കലി വളരെ മിടുക്കനുമാണ്. അച്ഛനെ ഞങ്ങളൊക്കെ ഈ സാധാരണ ആളുകളൊക്കെ നിങ്ങൾ ചെറിയ റൈറ്റപ്സ് ഒക്കെ അച്ഛനെ കുറിച്ച് ചിലപ്പോൾ കണ്ടു കാണും. കറണ്ട് അച്ഛൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാല് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പിന്നെ അങ്ങനെ സകല കലാവല്ലഭൻ എന്ന് നമ്മൾ സാധാരണ മലയാള ഭാഷയിൽ പറയുന്ന ഒരു വാക്ക് അന്വർത്ഥമാക്കുന്ന ഒരു ശ്രേഷ്ഠ ഇടയനാണ്. വൈദിക ശുശ്രൂഷയിൽ വളരെ ശ്രേഷ്ഠമായി ദേവാലയങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തുമ്പോൺ ഭദ്രാസനത്തിലെ വിവിധ പ്രസ്ഥാനങ്ങൾക്ക് അദ്ദേഹം ചുമതല വഹിക്കുന്നു. ഇപ്പോൾ മാർത്തമറിയം സാഹിത്യ പ്രാർത്ഥനാ യോഗത്തിന്റെ ഡിസ്ട്രിക്ട് ചുമതല അദ്ദേഹം വഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ പ്രിയപ്പെട്ട അച്ഛൻ കൊച്ചമ്മയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. മകളുടെ വിവാഹം കഴിഞ്ഞു, മകൻ വിവാഹം കഴിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കുടുംബത്തെ ദൈവസന്നിധിയിൽ പ്രത്യേകമായി സമർപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മ അധ്യാപികയായിരുന്നു, റിട്ടയർ ചെയ്തു, ഇപ്പോൾ വീട്ടിലുണ്ട്. അച്ഛൻ കോന്നിയിലാണ് താമസിക്കുന്നത്. കോന്നി സെന്റ് ജോർജ് മഹാ ഇടവകയുടെ അംഗമാണ്. പ്രിയപ്പെട്ട അച്ഛൻ വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായി പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
അച്ഛൻ മ്യൂട്ടാന്ന്. അച്ഛൻ മ്യൂട്ടാ. ഓക്കെ, കേൾക്കാം കേൾക്കാം കേൾക്കാം. തുടങ്ങട്ടെ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട എബിയച്ചൻ, കർത്താവിൽ പ്രിയരെ, പ്രത്യേകിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരങ്ങളുമേ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇത്തരുണത്തിൽ ഇവിടെ ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട എബിയച്ചനോടൊപ്പം എല്ലാ സഹോദരങ്ങളോടും ഒപ്പം ദൈവത്തിന്റെ വചനം പങ്കിടുവാൻ തക്കവണ്ണം തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ വീണ്ടും സ്തുതിക്കുന്നു. നോമ്പിന്റെ 13ാമത്തെ ദിവസത്തേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഓരോ ദിവസം കഴിയും തോറും വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹൂസ്റ്റൺ റീജിയന്റെ ഈ വെള്ളിയാഴ്ച ഫാസ്റ്റിംഗ് പ്രയറിന്റെ ഈ മീറ്റിങ്ങും ഈ കൂട്ടായ്മയെല്ലാം തന്നെ അതിന് ഉതകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശാരീരികമായി നാം എല്ലാവരും ദൂരെ ആയിരിക്കുന്നുവെങ്കിലും ആത്മാവിൽ ഐക്യപ്പെട്ടുകൊണ്ട് ഒരുമിച്ചായിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സമയം ചുരുക്കം കാരണം ദൈവവചനത്തിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. നോയമ്പിന്റെ ഈ നാളുകളിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ തക്കവണ്ണം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം 45-ാം സങ്കീർത്തനമാണ്. 45-ാം സങ്കീർത്തനം വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു സങ്കീർത്തനമാണല്ലോ 45-ാം സങ്കീർത്തനം. സങ്കീർത്തനങ്ങളെല്ലാം തന്നെ നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുവാനും ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഏതവസരത്തിലും ആശ്വാസം കണ്ടെത്തുവാനും ഉതകുന്ന വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേദഭാഗമാണല്ലോ സങ്കീർത്തനങ്ങൾ. നമ്മുടെ ആരാധനയിൽ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആരാധനയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതും സങ്കീർത്തനങ്ങളാണ്. ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആരാധന വേദപുസ്തകം കുത്തി നിറച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ സ്ലീബ നമസ്കാരം നടത്തി വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു കഴിയുമ്പോൾ ഏകദേശം 120 വേദഭാഗം ഒരു വിശുദ്ധ കുർബാന പൂർത്തിയാക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. 120 വേദഭാഗം വായിക്കുന്നു. അതുപോലെ കെംദാ നമസ്കാരം പൂർത്തിയാക്കി വിശുദ്ധ കുർബാന പൂർത്തിയാക്കുമ്പോൾ 125-ൽ പരം വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഇത്രയും ആരാധനയിൽ വേദപുസ്തകം വായിക്കുന്ന ഒരു സഭ ഇന്ന് ലോകത്തിലില്ല. എന്നാൽ വേദപുസ്തകത്തിലെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനും നമ്മൾ കൂടുതൽ ഭദ്രസക്തരാകണമെന്ന് ഇത് പ്രത്യേകമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നു. 45-ാം സങ്കീർത്തനവും നമ്മുടെ ആരാധനയിൽ, വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അങ്ങനെ വേദപുസ്തക അധിഷ്ഠിതമായ സഭ, പ്രത്യേകിച്ച് നോമ്പിന്റെ ഈ കാലയളവിൽ വേദധ്യാനത്തിലൂടെ മുന്നോട്ട് പോകുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമാണ്. 45-ാം സങ്കീർത്തനത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ ഹെഡിങ് തന്നെ ഒരാശയം നമ്മെ വിളിച്ച് ഓതുന്നുണ്ട്. സംഗീത പ്രമാണിക്ക് സാരസരാഗത്തിൽ കോരഹപുത്രന്മാരുടെ ഒരു ധ്യാനം, പ്രേമഗീതം എന്നൊരു ഹെഡിങ് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ തമിഴിൽ സംഗീതങ്ങൾ എന്നാണല്ലോ കൊടുത്തിരിക്കുന്നത്. സോങ്സ് എന്ന് നമ്മൾ പറയും, സാംസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നല്ലോ. ഇത് സാരസരാഗത്തിൽ ഒരു പ്രേമഗീതം എന്ന് കൊടുത്തിരിക്കുമ്പോൾ പ്രേമഗീതം എന്ന് കൊടുക്കുവാനുള്ള ഒരു കാരണം അതിൽ ഒരു പ്രേമത്തിന്റെ സ്വഭാവം കാണുമല്ലോ. അവിടെ കൊടുത്തിരിക്കുന്ന ഈ പ്രേമഗീതത്തിലും 2 പേരുണ്ട്. ഇതിൽ ഒന്നാമത്തെ ആള് ഒരു മണവാളനും മണവാട്ടിയും ഉണ്ട്. ഇതില് മണവാളൻ യേശുക്രിസ്തുവും മണവാട്ടി തിരുസഭയും നമ്മളുമാണ്. ഇതിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഒരു മണവാളൻ മണവാട്ടിയിൽ നിന്നും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ്. പരിശുദ്ധ സഭ മണവാട്ടിയാകുമ്പോൾ ദൈവം മണവാളനായി, യേശുക്രിസ്തു മണവാളനായി നമ്മെ ചേർക്കുവാനായിട്ട് വീണ്ടും വരും. അതാണ് ക്രിസ്തീയ പ്രത്യാശയും. അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കടക്കാം. കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമാണ്.
കോരഹ് പുത്രന്മാർ എന്ന് പറയുന്നത്, സൺസ് ഓഫ് കോരഹ് എന്ന് പറയുന്നത് ഒരു വംശാവലിയാണ്. യഹൂദ പാരമ്പര്യത്തിൽ യഹൂദന്മാരുടെ ആരാധനയ്ക്ക് അവരുടെ പാട്ടുകൾ ചിട്ടപ്പെടുത്തുന്ന കവിവരന്മാരെയാണ് കോരഹ് പുത്രന്മാർ എന്ന് അറിയപ്പെടുന്നത്. അത് ധാരാളം പേരുണ്ട്. വളരെ പ്രധാനപ്പെട്ട സങ്കീർത്തനങ്ങളാണ് കോരഹ് പുത്രന്മാരുടെ എല്ലാ സങ്കീർത്തനവും. നമുക്കറിയാമല്ലോ, 84-ാം സങ്കീർത്തനം, ഹാ മനോഹരം യാഹേ നിന്റെ ആലയം, അതും കോരഹ് പുത്രന്മാരുടേതാണ്. അപ്രകാരം കോരഹ് പുത്രന്മാരുടെ ഒരു ധ്യാനമായതുകൊണ്ട് ഒരു കവിഭാവന ഇതിലെപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് പ്രേമഗീതം എന്നൊക്കെ അവിടെ എഴുതിയിരിക്കുന്നതും അപ്രകാരം അതിനെ വിവരിക്കുന്നതും. യേശുക്രിസ്തു നമ്മെ ചേർക്കുവാനായിട്ട് വരുമ്പോൾ മണവാളന്മാർക്ക് മണവാട്ടിയിൽ ചില ആഗ്രഹങ്ങൾ കാണും. അല്ലെങ്കിൽ എൻ്റെ മണവാട്ടി ഇന്നതായിരിക്കണം എന്നൊരു ചിന്ത എപ്പോഴും മണവാളന്മാരെ ഭരിക്കുന്നുണ്ട്, തിരിച്ചും ഉണ്ടല്ലോ. അപ്പോൾ യേശുക്രിസ്തു നമ്മെ ചേർക്കുവാനായിട്ട് വരുമ്പോൾ നമ്മിലുണ്ടായിരിക്കേണ്ട ഗുണവിശേഷങ്ങൾ എന്ത് എന്നുള്ളതാണ് 45-ാം സങ്കീർത്തനത്തിന്റെ പ്രത്യേകമായിട്ടുള്ള രത്നചുരുക്കം. ഇവിടെ കൊടുത്തിരിക്കുന്നു. 45-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം, 1-ാമത്തെ ഗുണവിശേഷമായിട്ട് ഒരു മണവാട്ടിക്ക് ഉണ്ടാകേണ്ടുന്നത്, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എന്റെ ഹൃദയം ശുഭവചനത്താൽ നിറഞ്ഞു കവിയട്ടെ. ഒരു മണവാട്ടിക്ക്, അതായത് കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന നമുക്ക് ശുഭം ശുഭം എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയാകുന്ന ഒരു മനോഭാവത്തിലേക്ക് ഉയരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്താഗതികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിമർശനങ്ങളാണ് കൂടുതലും വരാറുള്ളത്. അതിലെ നന്മയെക്കുറിച്ച് നമുക്ക് പറയുവാൻ അല്ലെങ്കിൽ ചിന്തിക്കുവാൻ പ്രയാസമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാമല്ലോ, നമ്മൾ ഇവിടുത്തെ മീഡിയകൾ അല്ലെങ്കിൽ TV ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാവരും പരസ്പരം കുറ്റം പറഞ്ഞ് സായുജ്യം അടഞ്ഞ് സന്തോഷിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഇന്ന് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല. ശുഭം ശുഭം എന്ന് പറയുവാൻ ഇടയാകണം. നമുക്കറിയാം, സൃഷ്ടിയുടെ ആരംഭത്തിൽ യഹോവയാം ദൈവം സകലതിനെയും സൃഷ്ടിച്ചു. എല്ലാ സൃഷ്ടിയെയും കണ്ടുകൊണ്ട് യഹോവയാം ദൈവം പറഞ്ഞു, നല്ലത് നല്ലതാണ്. മനുഷ്യനെയും അപ്രകാരം നല്ലതെന്ന് പറഞ്ഞല്ലോ. അവിടെയെല്ലാം നമുക്ക് ഇഷ്ടമില്ലാത്ത ജീവികളെയൊക്കെ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെയെല്ലാം നല്ലത് നല്ലത്, അതിലെ നന്മയെ കാണുവാനായിട്ടാണ് അവിടെ ദൈവികമായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് മണവാട്ടിയായിരിക്കുന്ന നമുക്ക് മറ്റുള്ളവരുടെ നന്മയെ കണ്ടുപിടിക്കുവാൻ കഴിയുന്ന ഒരു നോയമ്പായിട്ട് ഈ നോമ്പ് ആയിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതാണ് കോരഹ് പുത്രന്മാർ ഒരു മണവാട്ടിയിലൂടെ, അല്ലെങ്കിൽ യേശു ക്രിസ്തു ഒരു മണവാട്ടിയിലൂടെ കാണുന്ന 1-ാമത്തെ ഗുണവിശേഷമായിട്ട് കാണുന്നത്. എപ്പോഴും പോസിറ്റീവ് തിങ്കിങ്സ് നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ പേറിക്കൊണ്ട് എല്ലാവരിലെയും നന്മയെ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് ഇടയാക്കട്ടെ. അതുതന്നെയാണ് 2-ാമത്തെ വാക്കിലും എഴുതിയിരിക്കുക, എന്റെ കൃതി എന്റെ രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എന്റെ കൃതി, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ ചിന്തകളും, നമ്മുടെ എല്ലാ ചെയ്തികളും, എല്ലാ സംസാരങ്ങളും എല്ലാം എന്റെ രാജാവിന്, എന്റെ മണവാളന് ഇഷ്ടമാണോ എന്നൊന്ന് പരിശോധിക്കണം. അതാണല്ലോ ഏറ്റവും പ്രധാനം. എന്റെ രാജാവിന് ഇഷ്ടമില്ലാത്തതൊന്നും എനിക്ക് വേണ്ട എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മെ യേശു ക്രിസ്തു മണവാട്ടി എന്ന് വിളിക്കും. ആയതിനാൽ നമ്മുടെ ഹൃദയത്തിലൂടെ പോകുന്ന ചിന്തകൾ എൻ്റെ മണവാളിന് ഇഷ്ടമാണോ, എൻ്റെ മണവാളിന് യോജിച്ചതാണോ, എൻ്റെ ഭവനത്തിലെ പ്രവർത്തനങ്ങൾ, എൻ്റെ സഭയിലെ, സമൂഹത്തിലെ, എൻ്റെ ജോലിസ്ഥലത്തിലെ, എൻ്റെ എല്ലാ ഇടപെടലിലുമേ ഉള്ള ചിന്തകളും പ്രവർത്തനങ്ങളും എൻ്റെ രാജാവിന് ഇഷ്ടമല്ല എങ്കിൽ എനിക്കത് വേണ്ട, അതിനെ ഉപേക്ഷിക്കുവാൻ നമുക്ക് കഴിയുമോ? നോയമ്പ് എന്ന് പറയുന്നത് അപ്രകാരം രാജാവിന് ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കുന്നതാണല്ലോ, അല്ലെങ്കിൽ രാജാവിന് ഇഷ്ടമുള്ളത് ചെയ്യുന്നതാണ് നോയമ്പിന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. ചിലതിനെ ഉപേക്ഷിക്കുവാൻ നമുക്ക്, രാജാവിന് ഇഷ്ടമില്ലാത്തതിനെ ഉപേക്ഷിക്കുവാൻ നമുക്ക് കഴിയുമോ? എങ്കിൽ ദൈവം നമ്മെ വിളിക്കും മണവാട്ടി സഭ. ആയതിനാൽ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന്, വ്യക്തി ജീവിതത്തിൽ നിന്ന്, നമ്മളിൽ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എനിക്ക് ഒന്നും വേണ്ട എന്ന് ചിന്തിക്കുവാൻ, എൻ്റെ കൃതി എൻ്റെ രാജാവിന് വേണ്ടി ഉള്ളത്
എന്ന് പറയുവാനും ചിന്തിക്കുവാനും ഇടയാകട്ടെ എന്നും. അതിന്റെ 3-ാമത്തെ വാക്യവും അതേ ആശയം തന്നെയാണ്. അവിടെ പറയുന്നു, വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലായി തീരട്ടെ. അവിടെ പ്രത്യേകിച്ച് കവിവരന്മാർ പറയുവാൻ കാരണം, നാവ് കൊണ്ട് പല പാപങ്ങളും നമുക്ക് ചെയ്യുവാൻ പറ്റും. കൂടുതൽ പാപങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ഒന്നാണല്ലോ നാവ്. മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ ഒക്കെ നാവിലൂടെ പറയുവാനും അതിലൂടെ വലിയ മുറിവേൽപ്പിക്കുവാനും നമുക്കിടയാകും. ഈ നൊയമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ നാവിന് കൂടി ഒരു നൊയമ്പ് കൽപ്പിക്കുവാൻ സാധിച്ചാൽ, ഒരു വിലക്ക് കൽപ്പിക്കുവാൻ സാധിച്ചാൽ, സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലിൽ കൂടി വരുന്ന നല്ല നല്ല മൊഴികൾ കൊടുക്കുവാൻ തക്കതിന്മണ്ണം മറ്റുള്ളവർക്ക് പകരുവാൻ നമ്മുടെ സംസാരത്തിലൂടെ ഇടയാകട്ടെ എന്ന് 1-ാമത്തെ വാക്യം അവിടെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. അതിനുശേഷം മണവാട്ടിയെക്കുറിച്ച് അവിടെ പിന്നെയും വിവരിക്കുന്ന ഓർമ്മമുണ്ട്. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ ആദരങ്ങളിൽ പകർന്നിരിക്കുന്നു. നമ്മളെല്ലാവരെയും ദൈവം തമ്പുരാൻ സുന്ദരന്മാരും സുന്ദരികളുമായിട്ടാണല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ നേത്രങ്ങളിൽ കൂടി നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോഴൊക്കെയും ചില വ്യത്യാസങ്ങൾ കാണാം. പക്ഷേ ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് അതിശ്രേഷ്ഠരായിട്ടാണ്. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്ന ഒരു സൗന്ദര്യം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ അതിനെ വേർതിരിച്ച് കാണുന്നു എന്നുള്ളതൊരു സത്യമാണ്. പ്രിയമുള്ളവരെ, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, അതുകൊണ്ട് ലാവണ്യം നിന്റെ അധരങ്ങളിൽ ഞാൻ പകർന്നിട്ടില്ലേ. നല്ല നല്ല വാക്കുകൾ പൊഴിക്കുവാൻ, ഒരേ വായിൽ നിന്ന് സ്തുതിയും സ്തോത്രവും പൊഴിക്കുവാൻ, അതേ വായിൽ നിന്ന് തന്നെ ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, അങ്ങനെയുള്ള ശാപവാക്കുകൾ പറയുവാനും നമുക്കിടയാകും. അതുകൊണ്ട് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലിൽ നിന്ന് നല്ല വാക്കുകൾ മാത്രമേ വരികയുള്ളൂ. അതാണ് മണവാട്ടിയിൽ നിന്ന് യഹോവയാം ദൈവം യേശുക്രിസ്തു നമ്മിൽ ആഗ്രഹിക്കുന്നതാണ്. ഒരു മണവാട്ടിയെ ദൂരവേ വെച്ച് തന്നെ ആകർഷിക്കുവാൻ 3 കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. അതുപോലെ താഴോട്ട് നമുക്ക് വരുംതോറും ഓരോ ഗുണവിശേഷങ്ങൾ അവിടെ പറയുകയാണ്. ഇങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ അതുകൊണ്ട് ദൈവം തന്നെ എന്നും എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുവാൻ വകയുള്ള ഒരു സൃഷ്ടിയാണ് മനുഷ്യ സൃഷ്ടി. സൃഷ്ടികളുടെ മകുടമായിട്ട് സൃഷ്ടിച്ച ഈ മനുഷ്യനെ എത്രമാത്രം ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവം തന്നെ എന്നും എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണല്ലോ ഇവിടെ പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുന്നത്. ശരിയാണല്ലോ. മനുഷ്യരെ എത്രമാത്രം ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച് ഉയർത്തിയിരിക്കുന്നു. ഒരനുഭവത്തിലേക്ക് കൂടുതൽ അനുഗ്രഹത്തിലേക്ക് ഉയരുവാൻ തക്കവണ്ണം, മണവാട്ടിയുടെ ഈ മുൻ പറഞ്ഞിരിക്കുന്ന സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കട്ടെ. വീരനായുള്ളവേ, നിന്റെ വാൾ അരയിൽ കെട്ടുക, നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. ഞാനിത് 45-ാം സങ്കീർത്തനം നേരിട്ട് വായിച്ച് പറഞ്ഞങ്ങ് പോകുകയാണ്. ഒരു വലിയ പ്രസംഗത്തെക്കാൾ ഉപരി വേദപുസ്തകത്തിലെ പൊരുളുകൾ ധ്യാനത്തോടെ ചിന്തിക്കുന്നതാണല്ലോ ഏറ്റവും അനുഗ്രഹപ്രദമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അപ്രകാരം വായിച്ച് പോകുന്നത്. വീരനായുള്ളവേ, നിന്റെ വാൾ അരയിൽ കെട്ടുക എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മളെല്ലാവരെയും സൃഷ്ടികളിലെ വീരൻ അല്ലെങ്കിൽ വീര സ്വഭാവമുള്ളവരായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മണവാട്ടി സഭ, യേശുക്രിസ്തുവിന്റെ മണവാട്ടി വീര പരാക്രമികൾ ആയിരിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ വായനകളിലും നമ്മുടെ പാട്ടുകളിലും പ്രത്യേകിച്ച് പ്രിമോനുകളിലുമൊക്കെ യേശുക്രിസ്തുവിനെ പോലും വീരപരാക്രമി എന്നൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്? ഒരു വീരനാകുക എന്ന് പറയുന്നത് ഒരു സാത്താന്യ സ്വഭാവം കാണുമ്പോഴും ഒരു സാത്താനെ കാണുമ്പോഴും നമ്മളിലുള്ള ഈ ശൂരപരാക്രമം വെളിയിൽ വരണം. അതാണ് അതിന്റെ ഒരു ആശയം. നമുക്കറിയാം, ഗീവർഗീസ് സഹദായുടെ ഫോട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ശരിക്കും നോക്കിയാല് സാധാരണ പരിശുദ്ധന്മാരുടെ ചിത്രം സ്ഥലതൽപ്പം ചരിച്ച് ഒരു വലിയ ഓറയൊക്കെ കൊടുത്ത് ഒരു വലിയ പരിശുദ്ധ പരിവേഷത്തിന്റെ ഒരു ചിത്രീകരണമാണ് കാണുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു വലിയ ആരോഗ്യമുള്ള ഒരു വെള്ളക്കുതിരയുടെ മുൻപിൽ അത് 2 കാലിലും പൊങ്ങി നിന്നുകൊണ്ട് ഒരു വലിയ പട്ടാളക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ, അതും നല്ല വിധാനത്തോടു കൂടി നല്ല ധൈര്യശാലിയായിട്ടൊരു പട്ടാളക്കാരൻ
കുതിരയുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്നു. അവിടെ ഉയർന്നു നിന്നുകൊണ്ട് കയ്യിൽ ഒരു ശൂലം പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്, ഒരു കുന്തം പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അതിന്റെ കീഴിൽ കിടക്കുന്നത് പാമ്പ് എന്ന് പറഞ്ഞാൽ പോലും ഒരു വ്യാളി. അത് ചിറകുണ്ട്, അഗ്നി പോലെയുള്ള ഒരു നാവുണ്ട്, എന്തോ ഒരു പ്രത്യേക രൂപമാണ്, ഒരു വ്യാളി രൂപമാണ്. കാലും കൈയും ഒക്കെ ഉള്ള ഏതോ ഒരു പ്രത്യേക രൂപം. പക്ഷെ അതിന്റെ വായിലേക്ക് കുന്തം കുത്തി ഇറക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിശാചിനെ കണ്ടപ്പോൾ സഹദായുടെ വീര്യം അവിടെ പുറത്തു വരികയാണ്. ഇതാണ് ആത്മവീര്യം. അവിടെ അതിനോട് ചേർന്ന് നടക്കുകയല്ല, പിന്നെയോ അതിനെ എന്നേക്കുമായിട്ട് ഒരു ദേശത്തെ നശിപ്പിച്ച, മനുഷ്യരെ കൊന്നൊടുക്കിയ ആ വ്യാളിയെ എന്നേക്കുമായിട്ട് നശിപ്പിക്കുകയാണ്. അതാണ് എഴുതിയിരിക്കുന്നത്, വീരനായുള്ളവയെ നിന്റെ വാൾ അരയിൽ കെട്ടുക. ഇന്ന് ലോകം മുഴുവനും നമുക്കറിയാം മയക്കുമരുന്നിന്റെ അടിമയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ പോലും നമ്മൾ ന്യൂസുകളൊക്കെ കേട്ട് കാണും. കൊച്ചു കുഞ്ഞുങ്ങളിൽ പോലും അത്തരത്തിലേക്ക് പൈശാചികമായിരിക്കുന്ന സ്വഭാവം പടർന്നിറങ്ങിക്കഴിഞ്ഞിരിക്കുമ്പോൾ സഭയായി അല്ലെങ്കിൽ മണവാട്ടിയായി അതിനെതിരെ ഇറങ്ങേണ്ടുന്നതായ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഒരൊറ്റ വാക്കുകൊണ്ട് നമ്മെ ഓർപ്പിക്കുവാനായിട്ട് ഇടയാകും. വീരനായുള്ളവയെ നിന്റെ വാൾ അരയിൽ കെട്ടുക. തേജസ്സും മഹിമയും തന്നെ, സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോട് കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. വളരെ ഭംഗിയായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു വീരശൂര പരാക്രമിയായി സാത്താനെതിരെ പോരാടുവാൻ തക്കതിൻവണ്ണം നീ എത്രയും പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങി പുറപ്പെടുക. ഗീവർഗീസ് ചിത്രം അത് നമ്മെ ഓർപ്പിക്കുകയും പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മണവാട്ടി സഭയായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സമയച്ചുരുക്കം കാരണം വീണ്ടും ആ വാക്യങ്ങളുടെ താഴോട്ട് പോകുകയാണ്. നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ. വലിയ വലിയ വൻ കാര്യങ്ങൾ സാത്താനെതിരെ ചെയ്യുവാനും സത്യം വിജയിച്ച് ആത്മീയത മുന്നേറുവാൻ തക്കതിമണ്ണം ഇടയാകണം എന്നുള്ള ആശയത്തിൽ ഇവിടെ നമ്മെ അത് ഓർപ്പിക്കുമ്പോൾ, നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു, രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അത് തറയ്ക്കുന്നു എന്നും അവിടെ ഓർപ്പിക്കുകയാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചു, ആരാധനയിൽ വേദപുസ്തകം കുത്തി നിറച്ചിരിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച, ഇന്നലെ വൈകിട്ട്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ശ്ലീബായെ കുറിച്ച് നമ്മൾ ഓർത്താൽ പാടുന്നൊരു പാട്ടാണ്, വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ദേഷികളെ മെതിച്ചിടും നിൻ നാമത്തിൽ. ഈ വേദഭാഗത്ത് ഈ വാക്യമാണ് ആ പാട്ടായിട്ട് മാറിയിരിക്കുന്നത്. നമ്മൾ കുക്കുലിയോനിൽ ആദ്യം പാടുന്ന പാട്ടാണ് വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ എന്ന മനോഹരമായ ഗാനം. അത് മണവാട്ടി സഭ എപ്പോഴും പാടുവാനും പ്രവർത്തിക്കുവാനുമുള്ളതാണ്. നമുക്കെതിരെ ശത്രു അലറുന്ന സിംഹം പോലെ ചുറ്റിനും നടക്കുമ്പോൾ അതിനെതിരെ പോരാടുവാനും അത് വാഹനമേറി ശ്രീലാളിതനായി ഉയരുവാൻ തക്കതിമണ്ണം ഇടയാകണമെന്ന് ഈ പാട്ട് നമ്മെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. വേദപുസ്തകമുള്ളവർ അണ്ടർലൈൻ ചെയ്തിടുന്നത് നല്ലതാണ്. ഒന്നാമത്തെ പാട്ട്, രണ്ട് ഭാഗം വേദഭാഗം വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ എന്ന ഗാനം, അതാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു, രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അത് തറയ്ക്കുന്നു. ആർക്കെതിരെയും എയ്യുവാൻ തക്കതമുള്ള അസ്ത്രങ്ങൾ, അമ്പുകൾ നാം കരുതി വെക്കേണ്ടതാണ്. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്ന യൗവനത്തിലെ മക്കളെന്ന് 127 സങ്കീർത്തനം ഉറപ്പിക്കുന്നതും ഇതേ ആശയത്തിലെയാണ്. ഒരു അനുഭവത്തിലേക്ക് ഉയരുവാൻ ഈ വേദഭാഗം നമുക്കിടയാകട്ടെ. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്തത് തറയ്ക്കുവാൻ ഇടയാകണം. ആരാണ് നമ്മുടെ രാജാവ്? യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്തത് തറയ്ക്കട്ടെ. അതായത് പിശാചിന്റെ ഈ ഉപവാസത്തിലും ഈ നോമ്പിലും ഈ പ്രാർത്ഥനയിലും കൂടി ജാതിയെ തളയ്ക്കുവാൻ തക്കതിൻവണ്ണം നമുക്കിടയാക്കട്ടെ. അതാണ് പ്രധാനമായിട്ടും ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നത്. താപ്പോട്ട് പിന്നെയും പോകുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നവല്ലോ. ആ ചെങ്കോലിന് കീഴിൽ, ആ രാജാവിന്റെ കീഴിൽ പ്രവർത്തിക്കുവാൻ
മണവാട്ടി സഭയ്ക്കിടയാകട്ടെ എന്ന് അവിടെ ഓർപ്പിക്കുകയാണ്. അടുത്ത വാക്യം, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. എന്താണ് ക്രിസ്ത്യാനിയുടെ വ്യത്യാസം? ഒരു വേർപാട് സഭ നമ്മെ ഒരു വേർപാട് സഭയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ഒരു വേർപാട് സഭ തന്നെ കേരളത്തിലുണ്ടല്ലോ. മറ്റുള്ളവരിൽ നിന്ന് വേർപെടുത്തിയിരിക്കുന്നത് എന്താണ് വേർപെടുത്തിയിരിക്കുന്നത്? മണവാട്ടിയെ വേർപെടുത്തിയിരിക്കുന്നത് നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. എന്താണ് ആനന്ദ തൈലം? വിശുദ്ധ മാമോദീസായിൽ ഒരു വാക്കാണ്. ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഒരു സഭയാണ് മണവാട്ടി സഭ. ഇതാണ് നമുക്ക് ഒരു മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, നാടോടുമ്പം നടുവേ ഓടണമെന്ന്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം തെറ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അമേരിക്കയിലൊക്കെ ആയിരിക്കുമല്ലോ, അവിടെ പലതും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഒരു ക്രിസ്തീയ വിശ്വാസി നാടോടുമ്പോൾ നടുവേ അവരുടെ കൂടെ ഓടണമെന്നില്ല. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കാൻ ഞാൻ അവരുടെ കൂടെ ഓടേണ്ടവനല്ല. ഈ സമയത്ത് ബർണബാസ് തിരുമേനിയെ വളരെ മാധ്യസ്ഥതയോടുകൂടി ഓർക്കേണ്ടതാണ്. നാടോടുമ്പോൾ നടുവേ ഓടാതെ വിജയിച്ച ഒരു വിശുദ്ധൻ. പ്രിയമുള്ളവരെ, നിന്റെ കൂട്ടുകാരിൽ പരമായി എന്നെ വിശുദ്ധ മാമോദീസായിലൂടെ ആനന്ദ തൈലം കൊണ്ട്, വിശുദ്ധ മൂറോൻ തൈലം കൊണ്ട്, അതിനെക്കുറിച്ച് താഴെ വരുന്നുണ്ട്, അഭിഷേകം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ സമയത്ത് ഓർക്കുകയാണ്. നിന്റെ വസ്ത്രമെല്ലാം മൂറും കൊണ്ട് സുഗന്ധവുമായിരിക്കുന്നു. നിന്റെ വസ്ത്രത്തിൽ പോലും ഈ മണമില്ലേ? അല്ലേ? വിശ്വാസിയെ കണ്ടാൽ, അവന്റെ മുഖത്ത് നോക്കിയാൽ ഒരു മാമോദീസ വെള്ളത്തിന്റെ ഒരു മണം, ഒരു സുഗന്ധം അവിടെ ഉണ്ടാകണം. അതായത് വിശുദ്ധ മൂറോന്റെ മണം എന്നാണല്ലോ അവിടെ എഴുതിയിരിക്കുന്നത്. മൂറോനും ചന്ദനവും ലവംഗവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു ക്രിസ്തീയ വിശ്വാസം, നമ്മൾ എവിടെയായിരുന്നാലും ജീവനുള്ളവരായിരിക്കുവാൻ, കടലിലെ മീനെ പോലെ. കടലിലെ മീൻ വലിയ ലവണങ്ങൾക്ക് നടുവിൽ, സാന്ദ്രത കൂടിയ ലവണങ്ങൾക്ക് നടുവിൽ കിടന്നാലും അതിന്റെ ദശയിലേക്ക്, അതിന്റെ മാംസത്തിലേക്ക് ഒരു ലവണവും ഒരു ഉപ്പും കയറുന്നില്ല. ചത്തു കഴിഞ്ഞാലോ അത് ഇരച്ച് അത് കയറുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകമാകുന്ന ഈ ലവണങ്ങൾക്ക് നടുവിൽ ഒരു വേർപാടിന്റെ അനുഭവം പോലെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്ന നമ്മെ ഒരു വേർപാടിന്റെ ആ സുഗന്ധ മാധുര്യം അല്ലെങ്കിൽ ആ പരിമളം എപ്പോഴും കളയാതെ സൂക്ഷിക്കുവാൻ ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് പറയുവാൻ ഈ ദിവസം നമുക്ക് ഇടയാകുമോ എന്ന് ആശിച്ച് പോകുകയാണ്. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട അശ്വനോർപ്പിച്ചു പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമ്മളെല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ സ്തുതിയും സ്തോത്രവും പാടേണ്ടവരാണ്. ഈ ദന്തമന്ദിരങ്ങളിൽ നിന്ന്, നമ്മുടെ ഈ വായിൽ നിന്ന് മധുരമേറിയ പാട്ടുകൾ, കമ്പിനാദം പോലെയുള്ള പാട്ടുകൾ ഉയരട്ടെ. 2-3 പാട്ടുകൾ കേൾക്കുവാൻ ഇടയായത് ഒത്തിരി സന്തോഷം. എപ്പോഴും ദൈവത്തെ സ്തുതിച്ചു പാടുന്ന സഭയായി, മണവാട്ടിയായി നമുക്കിടയാകട്ടെ. സഭയാം തിരുസഭയാം ഈ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി. ഈ മണവാട്ടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന കഴിവുകൾ അനുസരിച്ച് ദൈവത്തെ പാടിപ്പുകഴ്ത്തി സ്തുതിക്കുവാൻ ഇടയാകട്ടെ. അതാണ് ദന്തമന്ദിരങ്ങളിൽ നിന്ന്, നമ്മുടെ ദന്തമന്ദിരങ്ങളാണ് നമ്മുടെ വായും ഒക്കെ ശബ്ദവും ഒക്കെ. അത്തരത്തിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ചിന്തിക്കാമല്ലോ. കവിവരന്മാർ എന്തോ ഭംഗിയായിട്ടാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായിക്ക. സ്വജനത്തെ, നിന്റെ പൃഥുഭവനത്തെ മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. ഞാൻ മുമ്പേ പറഞ്ഞു, വേദപുസ്തകം കുത്തി നിറച്ചിരിക്കുകയാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായിക്കുക. എന്താണ് ആ പാട്ട്?
നമുക്ക് എല്ലാവർക്കും അറിയാമാവുന്ന പാട്ടാണ്. എന്നാൽ സ്തുതിയോടു രാജമകൾ, ആ പാട്ടാണ്. അത് ഹല്ലേലൂയയോട് ചേർത്ത്, സ്തുതി ചേർത്ത് വളരെ മനോഹരമായിട്ട് ഈ വേദപുസ്തകം അവിടെ മാതാവിനെ ഓർത്തുകൊണ്ട് പാടുന്നുവെങ്കിലും വേദപുസ്തകത്തിലെ വാരികളാണല്ലോ നമ്മൾ അവിടെ പാടുന്നത്. അവിടെ പറയുകയാണ്, അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. അല്ലയോ കുമാരി എന്ന് പറയുമ്പോൾ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ, മിസ് എന്നുള്ള അനുഭവത്തിലാണല്ലോ കുമാരി എന്ന മലയാളം വാക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വിവാഹം കാന്തനുമായി നടക്കുവാനായിട്ട് പോകുകയാണ്. അല്ലയോ കുമാരി, സഭയെ കേൾക്കുക, നോക്കുക, നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കുക. നിന്റെ പൃഥുഭവനത്തെ മറക്കുക എന്ന് പറയുന്നത് അവിടെ നമ്മുടെ ആക്ഷരികമായ അർത്ഥത്തിലല്ലല്ലോ അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരുപാട് പാരമ്പര്യങ്ങളും പാപ പാരമ്പര്യങ്ങളൊക്കെ പേര് നടക്കുന്നവരാണ്. പാപ പാരമ്പര്യങ്ങൾ ഒക്കെ നമ്മുടെ കയ്യിൽ കാണും. അതിനെയൊക്കെ അങ്ങ് മറക്കുക, എന്നിട്ട് എൻ്റെ പിന്നാലെ വരിക. അതാണ് അവിടുത്തെ കൊടുത്തിരിക്കുന്ന ആശയം. അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികൾ ഉണ്ട്. പ്രിയമുള്ളവരെ, രാജാവിൻ്റെ രാജകുമാരികളായിട്ട് നമ്മെ കാണുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കുവാൻ, അല്ലെങ്കിൽ സ്വജനത്തെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെയും ലോകത്തിന്റെ ഇമ്പങ്ങളെയും മോദങ്ങളെയും മറന്നുകൊണ്ട് ദൈവത്തിന്റെ പിന്നാലെ ഓടുവാൻ, ആ മണവാളന്റെ പിന്നാലെ ഓടുവാൻ നമുക്ക് ദൈവം ഇടയാക്കട്ടെ എന്ന് അവിടെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, കാരണം അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിക്കുക. നോക്കണം, എത്ര ഭംഗിയായിട്ടാണ് കവിവരന്മാരോടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള സർവ ഗുണങ്ങളുമുള്ള ഒരു നല്ല മണവാട്ടിയായി തീരുമ്പോൾ രാജാവ് നിന്റെ ആത്മീക സൗന്ദര്യത്തെ ആഗ്രഹിക്കും, കാരണം അവൻ നിന്റെ നാഥനാണ്. നമ്മെ ചേർക്കുവാൻ തക്കതിൻവണ്ണം അവൻ കടന്നു വരുമ്പോൾ ദൂരവേ വെച്ച് തന്നെ നമ്മുടെ ആത്മീക സൗന്ദര്യം കൊണ്ടുകൊണ്ട് നിന്നെ എനിക്ക് വേണം എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക്, വലത്തുഭാഗത്തേക്ക് മാറുക എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് മാറ്റുവാൻ ഇവിടെ ദൈവം തമ്പുരാൻ നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ ഒരു വേദഭാഗം ഇത്രമാത്രം ആശയങ്ങളാണ്. ഇതിന്റെ വലത്തുഭാഗത്താണ് നമ്മെ നിർത്തുവാനായിട്ട് ഇവിടെ വേദപുസ്തകത്തിൽ പറയുന്നത്. നമ്മൾ നിവൃത്തിയുണ്ടെങ്കിൽ ആരാധനയിൽ അല്ലേ, പുരുഷന്മാരുടെ വലത്തുഭാഗത്തായിട്ടാണ് നിവൃത്തിയുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുകയുള്ളൂ. കാരണം ഇവിടെ വേദപുസ്തകത്ത് അതാണ്. ഇതിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞങ്ങ് നിൽക്കുകയാണ്. ചന്ദനവും ലവംഗവും ഒക്കെ പൊൻ കസവുകളും ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഈ രാജാവ്, വരുന്ന രാജാവ്, മണവാളൻ നമ്മുടെ സൗന്ദര്യത്തെ ആഗ്രഹിക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. ദൈവം ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. അപ്രകാരമുള്ള ഒരു ആഗ്രഹമായി തീരുവാനും ഇടയാകട്ടെ. ഒന്നിനോട് വാക്യം കൂടെ വായിച്ചിട്ട് നിർത്തുകയാണ്. അവളുടെ അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയായി. അവളുടെ വസ്ത്രം പൊൻ കസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും എന്നും കൂടി അവിടെ എഴുതിയിരിക്കുകയാണ്. ഈ രാജാവ് ആഗ്രഹിച്ച അല്ലെങ്കിൽ മണവാട്ടിയെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ മണവാളൻ ആഗ്രഹിച്ച മണവാട്ടിയെ കണ്ടപ്പോൾ അവളെ ചിത്രത്തയിലുള്ള വേഷം ധരിപ്പിച്ച് പൊൻ കസവ് കൊണ്ട് അവളെ ധരിപ്പിച്ച് രാജസന്നിധിയിലേക്ക് കൊണ്ടുവരിക. അതിനാണ് നമ്മുടെ മന്ത്രകോടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. പ്രിയമുള്ളവരെ, എല്ലാം വേദപുസ്തക അധിഷ്ഠിതമാണ് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം എന്നത് നമ്മൾ മറക്കല്ലേ. പൊൻ കസവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, പഴയ കാലത്ത് കസവ് നേരിയതും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെയാണ് അന്ന് അങ്ങനെ ആയിരുന്നുവല്ലോ. ഇന്നാണല്ലോ മന്ത്രകോടിയും മറ്റുമൊക്കെ വരുന്നത്. പൊൻ കസവ് കൊണ്ടുള്ള അതോ ചിത്രത്തയിലുള്ള വസ്ത്രമൊക്കെ ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരികയാണ്, അവരെ മണവറയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ തക്കതിന് വണ്ണം. ഇതാണ് ഒരു മണവാട്ടിയിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്ന വേഷവും അല്ലെങ്കിൽ ആ സ്വഭാവങ്ങളും എന്ന് അവിടെ പറയുകയാണ്. അവളുടെ വസ്ത്രം പൊൻ കസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും. അവരും രാജമന്ദിരത്തിൽ പ്രവേശിക്കും. എന്തോ ഒരു സന്തോഷമുള്ള അനുഭവമാണ്. നാം മാത്രമല്ല, നമ്മുടെ കൂടെ അധിവസിക്കുന്നവർ. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ കൂടി കൊണ്ടുവരുവാൻ തക്കതിന് വേണം നമുക്കിടയാകണം. നമ്മുടെ തോഴിമാരായി കൂടെ നടക്കുന്നവർ. നമുക്കൊരു ആത്മപരിശോധന വേണമെങ്കിൽ നടത്തുവാനും ഈ വാക്യം വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ. ഇന്ന് ആധുനിക വിവാഹവേദികളിൽ കേരളത്തിലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. തോഴിമാരെ കൂടി കൊണ്ടുവരുന്നുണ്ട് കൂടുതൽ. പക്ഷേ പലപ്പോഴും ആ തോഴിമാരെ ദേവാലയത്തിൽ നിർത്തുവാൻ പറ്റാത്ത വണ്ണമുള്ള വേഷവിധാനങ്ങളും
രീതികളും ഒക്കെ കാണുമ്പോൾ പലപ്പോഴും അവരെ ഇറക്കി വിടാറുണ്ട് തോഴിമാരെ. ഇവിടെയോ തോഴിമാരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നല്ല ജീവിതം കണ്ട്, നമ്മുടെ മണവാട്ടി സഭയുടെ ജീവിതം കണ്ട് അനേകരെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുവാൻ തക്കതന്മണ്ണം ഇടയാക്കട്ടെ. ഉയർപ്പ് പെരുന്നാളിൽ ഒരു പ്രമേയം വായിക്കും. ഈസ്റ്റർ വരുന്നുവല്ലോ. ഈസ്റ്റർ ദിവസം ശ്ലീവ ആഘോഷ സമയത്ത്, അതിനുശേഷം ആ സമയത്ത് വിശുദ്ധ മദ്ബഹായിൽ വെച്ച് പട്ടക്കാരൻ ഒരു പ്രമേയം വായിക്കും. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: നോക്കൂ ക്രിസ്ത്യാനികളെ, ഇവർ ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് USA മറ്റുള്ളവർ പറയട്ടെ, അല്ലെങ്കിൽ അവരവരുടെ പള്ളി വെച്ച് വേണമെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ട്. ഈ ദേശത്തെ മറ്റു ജാതികൾ പറയട്ടെ, നോക്കൂ ക്രിസ്ത്യാനികളെ. അതായത് 50 ദിവസത്തെ നൊയമ്പിന്റെ ആ പാരമ്യത്തിൽ ശോഭയോടുകൂടി ഇറങ്ങി വരുന്ന ഈസ്റ്റർ കഴിഞ്ഞ് ശുഭക്കോനോ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വിശ്വാസികളെ കണ്ടിട്ട് ആ ദേശത്തിലെ ജാതികൾ പറയുകയാണ്, ഇവർ ദൈവത്തിന്റെ സ്വന്തം ജനം. അമേരിക്കയിലുള്ള നമ്മളെ കണ്ട് അവിടുത്തെ ആളുകൾ പറയട്ടെ, ഈ ഓർത്തഡോക്സ് വിശ്വാസികൾ ദൈവത്തിന്റെ സ്വന്തം ജനം. ഇവിടെയുള്ള ജാതികൾ മറ്റുള്ളവർ നമ്മളെ കണ്ട് പറയട്ടെ. ആ ഒരു അനുഭവത്തിലേക്ക് ഉയരുമ്പോൾ മാത്രമേ മണവാട്ടി സഭ എന്ന പദവിയിലേക്ക് ഉയരുവാനായിട്ട് സഭയ്ക്കും നമുക്കൊക്കെ ഇടയാക്കത്തുള്ളൂ എന്നുള്ളതും കൂടി ഇവിടെ ഓർപ്പിക്കുകയാണ്. അതാണ് അവരും രാജസന്നിധി അവർ കൊണ്ടുവരും, അവരും രാജമന്ദിരത്തിൽ പ്രവേശിച്ച് ഈ ആനന്ദം അനുഭവിക്കും. ഒരു വാക്കുകൂടി പറഞ്ഞ് ഈ വേദഭാഗം അവിടെ തീരുകയാണല്ലോ. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും, സർവഭൂമിക്ക് നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഇത് അണ്ടർലൈൻ ചെയ്തിടണം. നമ്മുടെ മക്കൾ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും, സർവഭൂമി പിതാക്കന്മാർക്ക് പകരമിരിക്കണം. ഇന്ന് ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നുണ്ട്. ഇതിൽ അത്യാവശ്യം സംബന്ധിച്ചില്ലെങ്കിലും ആരും വഴക്കൊന്നും പറയുകയില്ല. പക്ഷേ നിങ്ങളുടെ സമയമെടുത്ത് ഇന്ന് എന്തുകൊണ്ട് ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ, ഈ ധ്യാനത്തിൽ നമ്മൾ സംബന്ധിക്കുന്നു? നമ്മുടെ പിതാക്കന്മാരൊക്കെയും കാണിച്ചു തന്നിരിക്കുന്ന വഴികളാണ്. നമ്മുടെയൊക്കെ അമ്മയപ്പന്മാർ നമ്മെ കാണിച്ചു തന്നിരിക്കുന്ന വഴികൾ, അല്ലെങ്കിൽ പഠിപ്പിച്ചിരിക്കുന്ന മാതൃകൾ ഉള്ളത് കൊണ്ടാണ് നാമൊക്കെ അല്പമെങ്കിലും ഒരു ആഗ്രഹത്തോടു കൂടി ഇങ്ങനെയുള്ള അവസരങ്ങളിലായിരിക്കുന്നത്. എന്നാൽ നമുക്ക് പകരം നമ്മുടെ മക്കൾ ഇരിക്കണ്ടേ? ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. കേരളത്തിൽ പള്ളികളിൽ തീരെ ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ എണ്ണം തുലവും കുറഞ്ഞിരിക്കുന്നു. ഇല്ല, ഇന്നലെ ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ അവിടെ എല്ലാം പരതി നോക്കിയിട്ടും ഒരു കുഞ്ഞിനെ പോലും കാണാൻ പറ്റിയില്ല. എല്ലാം പ്രായമുള്ളവർ. പ്രിയമുള്ളവരെ, നമ്മുടെ പുത്രന്മാർ നമുക്ക് പകരമിരിക്കണ്ടേ? അവരെ പരിശീലിപ്പിക്കണ്ടേ? അവരെ കൂടി രാജസന്നിധിയിൽ കൊണ്ടുവരണ്ടേ? അവർക്ക് നമുക്ക് പകരമായിട്ടിരുന്ന് നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കണ്ടേ? ഇതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് കാണുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പുത്രന്മാർ, നമ്മുടെ അടുത്ത തലമുറ നമുക്ക് പകരം ഇതുപോലെ ആയിരിക്കും, ഇതിനപ്പുറമായിട്ടായിരിക്കുവാൻ ഇടയാകുന്ന ഒരു അനുഭവത്തിലേക്ക് ഉയരട്ടെ എന്ന് ഇവിടെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് അവരെ സർവഭൂമിക്കും അവരെ പ്രഭുക്കന്മാരാക്കും. നാമൊക്കെയും ഈ സന്തോഷവും ഭാഗ്യവും അനുഭവിക്കുന്നതിന്റെ ഒറ്റ കാരണം, നമ്മുടെയൊക്കെ അപ്പച്ചന്മാർ അന്ന് വലിയ ധനസമൃദ്ധിയിലൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ നോയമ്പൊക്കെ വളരെ കർശനമായിട്ട് ഉപവാസത്തോടു കൂടി കളച്ചു മറിക്കുമ്പോഴും അവിടെയും പൂന്താലി കൊണ്ടുവന്ന് 12 മണിയാകുമ്പോൾ എവിടെയെങ്കിലും ചാരി വെച്ച് അവരുടെ നിഴൽ പാദത്തിൽ പതിയുമ്പോൾ 12 മണിയാകുന്ന അറിഞ്ഞിട്ട് അവിടെ തന്നെ നിന്ന് കുമ്പിട്ട് പ്രാർത്ഥിച്ചവരുടെ മക്കളാണ് ഇന്ന് ലോകം മുഴുവനും മലയാളികൾ സന്തോഷം അനുഭവിക്കുന്നത്, ക്രിസ്ത്യാനികൾ സന്തോഷം അനുഭവിക്കുന്നത്. ഈ ഒരു അനുഗ്രഹം അടുത്ത തലമുറയ്ക്ക് പകരണമെന്നുണ്ടെങ്കിൽ നാം ഇന്ന് ഇപ്പോഴത്തെ തലമുറ അടുത്ത തലമുറയ്ക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ഇതുപോലെ ആത്മീകമായി ചെയ്തു കൊടുത്തുവെങ്കിൽ മാത്രമേ ഒക്കൂ. അങ്ങനെയാണ് പുത്രന്മാർ നമുക്ക് പകരമിരിക്കുവാനായിട്ട് ഇടയാകുന്നത്. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. ഈ മണവാട്ടി സഭയെ, മണവാട്ടി കുടുംബത്തെ, മണവാട്ടി ആയിരിക്കുന്ന വ്യക്തിയെ സകല തലമുറകളിലും ഓർക്കുമാറാക്കുവാൻ തക്കതിൻവണ്ണം ദൈവം ഇടയാക്കട്ടെ. അതുകൊണ്ട് ജാതികൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും എന്ന് പറയുകയാണ്. മറ്റുള്ളവരും ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം. നോക്കൂ ക്രിസ്ത്യാനികളെ, ഇവർ ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാകുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വേദപുസ്തകം വായിച്ച്
ഡയറക്റ്റ് ആയിട്ട് പറയുകയായിരുന്നു. നിങ്ങൾ ഇത് കൂടുതൽ വായിച്ച് ഇതിന്റെ ആശയങ്ങൾ, പൊരുളുകൾ കൂടുതൽ ആത്മാവിൽ വളരുവാൻ തക്കതിന് ഒരു നല്ല മണവാട്ടിയായി തീരുവാൻ, മണവാട്ടി സഭയായി തീരുവാൻ ഇവിടെയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന ഈ ഫാസ്റ്റിംഗ് പ്രയർ കൂട്ടായ്മയ്ക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ ബഹുമാനപ്പെട്ട എബിഎച്ചിനോടും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇതുവരെയും ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവരോടുമുള്ള എൻ്റെ പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ ഇടവകയ്ക്ക് വേണ്ടിയും ഈ ദേശത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. മണവാട്ടിയും മണവാളനും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ശ്രേഷ്ഠമാണ് എന്ന് പ്രിയപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചു. ക്രിസ്തു തലയും സഭ ഉടലുമായി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. അപ്പോ ആ മണവാട്ടി ഞാൻ കഴിഞ്ഞ ദിവസം ദിവ്യബോധനത്തിന്റെ ക്ലാസ്സിൽ ഞാൻ ഓർമ്മിപ്പിച്ചു, കേട്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവും, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് പലപ്പോഴും ഈ മണവാട്ടി മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് സാധാരണഗതിയിൽ ഉള്ളത്. പക്ഷെ ഇന്ന് നമുക്ക് പലപ്പോഴും മണവാളൻ മണവാട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. അത് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്, അത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് മണവാട്ടി, സഭയാകുന്ന മണവാട്ടി മണവാളനാകുന്ന ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കണം. അത് തന്നെയാണ് വിവാഹത്തിലും സംഭവിക്കുന്നത്. ദേവാലയത്തിൽ ആദ്യം പ്രവേശിക്കേണ്ടത് മണവാട്ടിയാണ്. മണവാട്ടി വന്ന് പ്രവേശിച്ച മണവാളന് വേണ്ടി കാത്തിരിക്കണം. ഇതാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് ഞാൻ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം ഓർമ്മിപ്പിച്ചപ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ പലപ്പോഴും ചില മാറ്റങ്ങളൊക്കെ വന്ന് കാണുന്നുണ്ട്. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. അപ്പൊ എങ്ങനെയാണ് ഒരു മണവാട്ടി മണവാളന് വേണ്ടി കാത്തിരിക്കേണ്ടത്, എങ്ങനെയാണ് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം എന്ന വേദപുസ്തക അടിസ്ഥാനത്തിൽ വളരെ ഭംഗിയായി പ്രിയപ്പെട്ട അച്ഛൻ അത് ഓർമ്മിപ്പിച്ചു. ഈ നോമ്പ് കാലയളവിലും നമുക്ക് മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സഭയായി നമുക്ക് മാറുവാൻ തക്കവണ്ണം ഇടയാകണം. പ്രിയപ്പെട്ട അച്ഛന്റെ വാക്കുകൾക്ക് സൗത്ത് വെസ്റ്റ് അമേരിക്ക ഡയസിന്റെ പേരിലുള്ള എല്ലാ പ്രാർത്ഥനകളും, എല്ലാ നന്ദിയും, എല്ലാ സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛന്റെ കുടുംബത്തെയും ഇടവകയും ദേശത്തെയും എല്ലാം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, നാളെ നമ്മുടെ ലണ്ടൻ റിട്രീറ്റ് ആണ്. എല്ലാവരും സമയത്ത് തന്നെ ലണ്ടൻ റിട്രീറ്റിൽ നിങ്ങൾ പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇടയാകണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. രാവിലെ 10:30 നമ്മുടെ ലണ്ടൻ റിട്രീറ്റ് ആരംഭിക്കും. എല്ലാ ആളുകളും ആ റിട്രീറ്റിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം പ്രത്യേകം സമയത്ത് ഉണ്ടാവണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. You all have got the flyer. Please keep the time. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ചില ആളുകളെങ്കിലും ഇടയ്ക്ക് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രസംഗത്തിന് തടസ്സം ഉണ്ടാകുന്നുണ്ട്. വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, ഡോണ്ട് അൺമ്യൂട്ട് until we ask you to unmute. Please keep it muted. Otherwise, it will be disturbance for the speaker and all of us. Please, 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 don't unmute your phone until we ask you to unmute. Thank you. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നേ. പറഞ്ഞു. പ്രസംഗത്തിൻ്റെ ഇടയിൽ അച്ഛൻ 45-ന്റെ 7-ാമത്തേത് വാക്യം പറഞ്ഞപ്പോ അവിടെ സംസാരം വന്നോണ്ട് അത് കേൾക്കാൻ പറ്റിയില്ല. 44 അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത് സങ്കീർത്തനം 45 7-ാമത്തെ പറഞ്ഞപ്പം വർത്തമാനം പറഞ്ഞോണ്ട് അത് കേൾക്കാൻ പറ്റില്ല. അതെ, അതാ ഞാൻ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായെന്ന് പറഞ്ഞത്. പക്ഷെ അതൊന്നുകൂടെ ഒന്ന് പറയാം. 7-ാമത്തെ വാക്യമാണ് അച്ഛൻ. 7-ാമത്തെ വാക്യം 45:7. പറയാം. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ വാക്യമാണോ? അത് തന്നെ. അതെ. അതായത് ഇവിടെ പറയുന്നത്, നമ്മൾ
ക്രിസ്തീയ വിശ്വാസികളെല്ലാവരെയും ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. അതായത് വിശുദ്ധ മാമോദീസായിലൂടെ മണവാട്ടി സഭയെ ആനന്ദ തൈലം കൊണ്ട് വിശുദ്ധ മൂറോനും സൈത്തും മൂറോനും കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, മറ്റുള്ളവരുമായിട്ട് ഇടപെട്ട് ജീവിക്കുമ്പോൾ, അവരുടെ കൂടെ ജീവിക്കുമ്പോൾ അവരെ പോലെയാകാതെ നമുക്കൊരു വേർപാടിന്റെ അനുഭവം ഉണ്ടാക്കണം. കാരണം നിന്നെ ദൈവം ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് വേർതിരിച്ചിരിക്കുന്നു. വിശുദ്ധ മൂറോൻ കൊണ്ടും അഭിഷേകം ചെയ്ത് വേർതിരിച്ചിരിക്കുന്നു. അതാണ് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടത്. ഒരു വേർപാടിന്റെ അനുഭവം. നമ്മൾ ഏത് ദേശത്തായിരുന്നാലും, എവിടെയായിരുന്നാലും, എപ്പോഴായിരുന്നാലും അവിടെയൊക്കെ നമ്മൾ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ളവരെക്കാട്ടിലും വ്യത്യാസമുള്ളവരാണ്. എന്നെ ആനന്ദ തൈലം കൊണ്ട് അല്ലെങ്കിൽ വിശുദ്ധ മാമോദീസായിലൂടെ വേർതിരിച്ചിരിക്കുന്നവരാണ് നാം എല്ലാവരും. അതായത് ആ 2 തൈലം അവിടെ പൂശുന്നുണ്ട്. അവിടെ വിശുദ്ധ മാമോദീസായിൽ തന്നെ ആനന്ദ തൈലത്തെ കുറിച്ച് അവിടെ ഓർപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിലും ആനന്ദ തൈലം പൂശുന്നുണ്ട്. ഇവിടെയും നമ്മളെ സൈത്ത് കൊണ്ട് നമ്മളെ പൂശുന്നു. അതിനുശേഷം വിശുദ്ധ മൂറോൻ ശരീരം മുഴുവനും പൂശി വേർതിരിച്ച് നമ്മെ ആക്കിയിരിക്കുകയാണ്. അതായത് സാത്താനെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് മിശിഹായെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന നാം പിന്നെയും പോയി ലോകത്തിന്റെ നടുവിൽ പോയി ചാടരുത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് ദേശത്തായിരുന്നാലും നാം ആ ഒരു ബോധ്യം, എൻ്റെ ദേഹത്ത് വിശുദ്ധ മൂറോൻ പൂശിയിട്ടുണ്ട്, നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു ഞാൻ എന്ന്. അതാണ് കൂട്ടുകാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് നമ്മെ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മെ വ്യത്യസ്തനാക്കുന്നത്. വിശുദ്ധ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിശുദ്ധ മൂറോനാൽ ഞാൻ അഭിഷേകം ചെയ്തപ്പെട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ടവനാണ് എന്ന്, അല്ലെങ്കിൽ രാജകീയ പുരോഹിത വർഗത്തിലെ ഒരു അംഗമായിട്ട് എന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഏത് കൂട്ടുകാരുടെ ഇടയിൽ പോയാലും കടലിലെ മീനെ പോലെ ജീവനുള്ളവരായിരിക്കുവാൻ, കടലിലെ മീനെ കുറിച്ച് ഞാൻ ഓർപ്പിച്ചിരുന്നു. കടലിലെ ലവണങ്ങൾ നിറഞ്ഞ, അല്ലെങ്കിൽ ഒത്തിരി സാന്ദ്രത, ഡെൻസിറ്റി കൂടിയ ഉപ്പും ലവണങ്ങളും കടലിലെ മീനിനകത്ത് ഒരിക്കലും കയറുകയില്ല. അത് ചത്തു കഴിഞ്ഞാൽ മാത്രമേ കയറുകയുള്ളൂ. ജീവനുള്ളപ്പോൾ ഒരിക്കലും ആ ലവണങ്ങൾ കയറുക. അതുകൊണ്ട് നമ്മിലെ ജീവൻ, നമുക്ക് തന്നിരിക്കുന്ന ആ ജീവന്റെ അംശം നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ജീവനിലുണ്ട്. ആ പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യവും ദൈവത്തിന്റെ ജീവനും നമ്മിലുള്ളപ്പോൾ ഒരു പാപവും നമ്മിൽ കയറാതെ എവിടെ പോയാലും നമുക്ക് അവിടെ നിന്ന് വേർതിരിച്ച് നിൽക്കുവാനായിട്ട് ഇടയാകും. അതാണ് 7-ാം അധ്യായത്തിന്റെ പൊരുളായിട്ട് നമ്മൾ കണ്ടത്. വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു ജനസമൂഹമായിട്ടാണ് നമ്മെ കാണേണ്ടുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ട് അത് ഓർത്തുകൊണ്ടിരിക്കണമെന്നാണ് അവിടെ ആ വാക്യം നമ്മെ പ്രത്യേകമായിട്ട് ഓർപ്പിച്ചത്. ക്ലിയർ ആയോ? ബഹുമാനപ്പെട്ട ജോൺ വർഗീസ് അച്ഛന്റെ, ദൈവം തമ്പുരാൻ ജോൺ വർഗീസ് അച്ഛൻ കൂടി തന്ന വലിയ മെസ്സേജ് ഞങ്ങൾക്ക് അനുഗ്രഹമായി. അച്ഛനെയും ബഹുമാനപ്പെട്ട അച്ഛനെയും കൊച്ചുമേയും കുഞ്ഞുങ്ങളെയും അച്ഛന്റെ പ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അച്ഛൻ വ്യക്തമായി 125 വേദഭാഗങ്ങൾ